സെക്കൻഡ് ക്ലാസ്സിലെ മാത്സ് ഫസ്റ്റ് യൂണിറ്റ് ഷേപ്സ് ഇൻ ദ കിച്ചൺ അതിലെ ആക്ടിവിറ്റി ബുക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കുന്നത്. വർക്ക് ഷീറ്റ് ഫസ്റ്റ് കളർ ദി പിക്ചേഴ്സ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം, പിക്ചേഴ്സ് കളർ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് എന്താണ്, ഡ്രോ പിക്ചേഴ്സ് യൂസിങ് സ്കെയിൽ, ബോട്ടിൽ ക്യാപ്പ് ആൻഡ് ബാങ്കിൾ. കളർ ദ പിക്ചേഴ്സ്, അതായത് സ്കെയില്, ബോട്ടിൽ ക്യാപ്പ് ബോട്ടിലിന്റെ മൂടി, അതുപോലെ തന്നെ ബാങ്കിൾ എന്ന് പറഞ്ഞാൽ വള കേട്ടോ. വളയൊക്കെ ഉപയോഗിച്ചിട്ട് പിക്ചേഴ്സ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ആ പിക്ചേഴ്സിനെ കളർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. മുകളിൽ തന്നിരിക്കുന്ന പിക്ചേഴ്സ് കണ്ടോ, അതിൽ സെക്കൻഡ് വണ്ണ് കണ്ടോ, ബാങ്കിളും അതുപോലെ തന്നെ ബോട്ടിൽ ക്യാപ്പ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ വരച്ചിരിക്കുന്നത്. സ്കെയിലൊക്കെ ഉപയോഗിച്ച് വരച്ച പിക്ചർ ആണ് കേട്ടോ. ഒരു ഫ്ലവർ ആണല്ലേ അത്. അതുപോലെ ഒരു പിക്ചർ വരച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ട ഒരു വർക്കാണേ. വർക്ക് ഷീറ്റ് 2 കളർ ദി പിക്ചർ. ഇവിടെ കണ്ടോ, ചുവടെ ഇവിടെ നമുക്ക് ഒരു ബസ്സിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതൊന്ന് കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കളർ ചെയ്യാം. Then write the number of each shape in the picture. ഈ പിക്ചറിൽ കണ്ടോ ഏതൊക്കെ ഷേപ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ പിക്ചർ വരച്ചിരിക്കുന്നത്, ബസ് വരച്ചിരിക്കുന്നത്. റെക്ടാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട് അല്ലെ. ഈ പിക്ചറിൽ എത്ര റെക്ടാങ്കിൾ ഉണ്ട്, എത്ര ട്രയാങ്കിൾ ഉണ്ട്, എത്ര സർക്കിൾ ഉണ്ട് എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് റെക്ടാങ്കിൾ കൗണ്ട് ചെയ്യാം. 1, then 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 റെക്ടാങ്കിൾസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ എത്രയാണ്? 1, 2 ട്രയാങ്കിൾസ് ആണ് കേട്ടോ. സർക്കിൾ എത്രയാണ്? 1, 2, 3, 4 ആണേ. ഡ്രോ അതർ പിക്ചർ യൂസിങ് സ്കെയിൽ, ബോട്ടിൽ ക്യാപ്പ് ആൻഡ് ബാങ്കിൾ. കളർ ദി പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്കെയിലും അതുപോലെ തന്നെ ഒരു ബോട്ടിലിന്റെ മൂടിയും അതുപോലെ തന്നെ ഒരു വളയും ഉപയോഗിച്ചിട്ട് ഒരു പിക്ചർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കളർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യാം. വർക്ക് ഷീറ്റ് 3 കംപ്ലീറ്റ് ദ പിക്ചേഴ്സ് ബൈ ജോയിനിങ് ഡോട്ട്സ്. കളർ ദ. ഇവിടെ കണ്ടോ കുറെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. പിക്ചേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാ കംപ്ലീറ്റ് ചെയ്യേണ്ടത്? ഡോട്ട്സുകളെല്ലാം ജോയിൻ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കളർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ ചെയ്യാം കേട്ടോ. എല്ലാ ഡോട്ട്സും ജോയിൻ ചെയ്തിട്ട് കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. Worksheet 4 let's color. See the colored part and give the same color to the other part. അതായത് കളേർഡ് പാർട്ട് നോക്കിയിട്ട് കളർ ചെയ്യാത്ത പാർട്ടിന് കളേർഡ് പാർട്ടിൽ എങ്ങനെയാണോ കളർ ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ കളർ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ ചെയ്യാം കേട്ടോ. വർക്ക്ഷീറ്റ് 5 കംപ്ലീറ്റ് ദ പിക്ചേഴ്സ്. ഇവിടെ എല്ലാ പിക്ചേഴ്സും കംപ്ലീറ്റ് അല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കി നേരവണ്ണം നോക്കി ചെയ്യാനായിട്ട്. അതുപോലെയാണല്ലേ വരിക. ഫസ്റ്റ് വൺ ഒരു ഹൗസ് അല്ലേ, അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെയാ വരിക നോക്കൂ. ഇതെങ്ങനെയല്ലേ വരിക, ഇതുപോലെ ബാക്കിയൊക്കെ ചെയ്യാനായിട്ടോ. വർക്ക്ഷീറ്റ് 6 ഡ്രോ ദ നെക്സ്റ്റ് പിക്ചർ ഇൻ ഈച്ച്. അതായത് ഓരോന്നിലും നെക്സ്റ്റ് പിക്ചർ വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് കണ്ടോ സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. സ്ക്വയറിന്റെ പുറത്ത് എന്തുണ്ട്, ഒരു ലൈൻ ഉണ്ട്. ഉള്ളിൽ എന്തുണ്ട്, ഒരു സർക്കിൾ ഉണ്ട് അല്ലെ. ഫസ്റ്റ് നമുക്ക് ലൈൻ എങ്ങനെയാണ് പൊസിഷൻ മാറുന്നത് നോക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഏതാ നോക്കിയിട്ട് എന്താണ് നെക്സ്റ്റ് പിക്ചർ വരച്ചെടുക്കുക കേട്ടോ. ലൈൻ എങ്ങനെയാ വരുന്നത് നോക്കൂ. ഫസ്റ്റ് മുകളിലായിരുന്നു, ദെൻ ഇവിടേക്ക് മാറി, ദെൻ പൊസിഷൻ ഇങ്ങോട്ടിലേക്ക് മാറി. അപ്പൊ ഇനി എങ്ങനെയാ വരിക? ഈ സൈഡിലോട്ട് അല്ലെ. ദെൻ അടുത്തത് നോക്കുക. ഇവിടെ സർക്കിൾ ആണ്. ഒരു ബിഗ് സർക്കിളും ഉണ്ട്, ഉള്ളിലൊരു സ്മോൾ സർക്കിളും ഉണ്ട് അല്ലെ. ദെൻ മുകളിൽ കണ്ട ഒരു സ്ക്വയറും ഉണ്ട്. ഇനി അടുത്തത് എങ്ങനെയാ? സർക്കിളില് സ്ക്വയർ നമുക്ക് എവിടേക്കാ പൊസിഷൻ മാറിയിരിക്കുന്നത് ഫസ്റ്റ് നോക്കാം കേട്ടോ. സ്ക്വയറിന്റെ പൊസിഷൻ എവിടെയായിരുന്നു? ആദ്യം മുകളിലായിരുന്നു, പിന്നെ ഈ സൈഡിലോട്ട് മാറി, പിന്നെ കണ്ടോ ചുവടേക്ക് മാറി. ഇനി എവിടേക്കാ വരിക? പുറത്തോട്ട് വരും അല്ലെ. ഇനി സർക്കിളിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് സർക്കിൾ ഉണ്ട് അല്ലെ. ആ സർക്കിളിന്റെ പൊസിഷൻ നോക്കൂ. ചുവടെ ഉണ്ടായിരുന്നത്, ദെൻ ഈ സൈഡിലോട്ട് മാറി, പിന്നെ മുകളിലോട്ട് മാറി. ഇനി എവിടേക്കാ വരിക? ഇവിടെ അല്ലേ വരിക. നെക്സ്റ്റ് നോക്കുക. റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിളിൽ കണ്ടോ ഉള്ളിലൊരു സ്ക്വയർ ഉണ്ട്, ഒരു സർക്കിൾ ഉണ്ട്, ഒരു ട്രയാങ്കിളും കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇനി ഇതെങ്ങനെയാ? ആദ്യം സ്ക്വയർ എവിടെയാ ഉണ്ടായിരുന്നത്? ഇങ്ങനെയായിരുന്നു. ഇനി സ്ക്വയർ മെല്ലെ പൊസിഷൻ മാറിയില്ലേ. എവിടേക്ക് മാറി? സർക്കിൾ ഉണ്ടായിരുന്ന പൊസിഷനിലോട്ട് മാറിയില്ലേ. അപ്പൊ സർക്കിൾ എന്തുണ്ടായി? ട്രയാങ്കിൾ ഉണ്ടായിരുന്ന പൊസിഷനിലോട്ട് മാറി. ട്രയാങ്കിൾ അപ്പൊ എന്തായി? ഇങ്ങോട്ട് നീങ്ങി അല്ലേ. അപ്പൊ നെക്സ്റ്റ് നോക്കൂ. അടുത്ത പിക്ചർ എങ്ങനെയാ? സ്ക്വയർ പിന്നെ താഴത്തോട്ട് പോയി, അപ്പൊ സർക്കിൾ അങ്ങോട്ട് നീങ്ങി, ട്രയാങ്കിൾ മുകളിലോട്ട് പോയി അല്ലെ. അപ്പൊ ഇനി അടുത്തത് എങ്ങനെയാ നമ്മൾ വരയ്ക്കുക? സ്ക്വയർ വേഗം സർക്കിൾ ഉണ്ടായിരുന്ന പൊസിഷനിലോട്ട് മാറി. സർക്കിൾ എപ്പോ എവിടെ പോവും? മുകളിലോട്ട് പോവും. ട്രയാങ്കിൾ എപ്പോ എങ്ങോട്ട് നീങ്ങും? ഈ സൈഡിലോട്ട് നീങ്ങും അല്ലെ. ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കുക. ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ ഉള്ളില് ഒരു സ്ക്വയർ കൊടുത്തിട്ടുണ്ട് അല്ലെ.
ദെൻ മുകളിൽ ഒരു സർക്കിളും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് സർക്കിളിന്റെ പൊസിഷൻ എങ്ങോട്ടാ മാറുന്നത് നോക്കാം. എങ്ങനെയായി? ചുവടേക്ക് പോയി, ദെൻ ഈ സൈഡിലോട്ട് പോയി, ദെൻ എവിടേക്കാ പോവുക? മുകളിലോട്ട് തന്നെ പോകും അല്ലെ. ട്രയാങ്കിൾ വരയ്ക്കുക, മുകളിലൊരു സർക്കിൾ വരച്ചു കൊടുക്കുക കേട്ടോ. ദെൻ അതിന്റെ ഉള്ളിലെ സ്ക്വയർ എങ്ങനെയാന്ന് നോക്കൂ. സ്ക്വയർ ചുവടെ ഉണ്ടായിരുന്നത് ദെൻ ഈ സൈഡിലോട്ട് പോയി, പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് പോയി, പിന്നെ എവിടെയാ വരിക? ചുവടെ തന്നെ വരൂ അല്ലെ. വർക്ക്ഷീറ്റ് 7 ഗിവ് ദ സെയിം കളേഴ്സ് ടു ദീസ് ഷേപ്സ് ഇൻ ദ പിക്ചർ ബിലോ. അതായത് പിക്ചറിന് ഈ ഷേപ്സിനെല്ലാം ഇതേ കളർ കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഏതൊക്കെ കളറാന്ന് അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ. സർക്കിളിന് യെല്ലോ, ട്രയാങ്കിളിന് ഗ്രീന്, റെക്ടാങ്കിളിന് റെഡ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക? കളർ കൊടുക്കുക കേട്ടോ ഇതേപോലെ. നെക്സ്റ്റ് നോക്കൂ, കളർ ദ പിക്ചർ ആൻഡ് മേക്ക് ഇറ്റ് പ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? പിക്ചറിന് നന്നായിട്ട് കളർ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കുക കേട്ടോ.